ഒരു ദരിദ്രനായ തൊഴിലാളിയുടെയും അവന്റെ പരിമിതികളെ പുഞ്ചിരികൊണ്ട് നേരിടുന്ന മകളുടെയും ഹൃദയം നനയ്ക്കുന്ന ഈ കഥ നിങ്ങളുടെ ഉള്ളുലയ്ക്കുമെന്ന് തീർച്ച. ജീവിതം നമ്മെ എത്രമേൽ പരീക്ഷിച്ചാലും പതറാതെ നിൽക്കുന്ന നന്മയ്ക്ക് ദൈവം നൽകുന്ന മനോഹരമായൊരു സമ്മാനത്തിന്റെ കഥയാണിത്. നമുക്ക് ജമാൽപൂർ എന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്കൊന്നു പോകാം. ജമാൽപൂർ ഗ്രാമത്തിലെ ഒരു ചെറിയ കുരയിൽ ഹരിയയും അവന്റെ 8 വയസ്സുകാരിയായ മകൾ താരയും താമസിച്ചിരുന്നു. ജനിച്ചു വീണ് 1 വർഷം തികയും മുൻപേ അമ്മ നഷ്ടപ്പെട്ട താരയ്ക്ക് അച്ഛൻ മാത്രമായിരുന്നു ലോകം. ശാരീരികമായ പരിമിതികൾ കാരണം ബൈസിക്കിളിന്റെ സഹായത്തോടെയായിരുന്നു അവൾ നടന്നിരുന്നത്. കഷ്ടപ്പാടുകൾക്കിടയിലും മകളുടെ മുഖത്തെ ചിരിയായിരുന്നു ഹരിയയുടെ ഏക ആശ്വാസം. എന്നാൽ ഒരുനാൾ അവൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറി അപ്രതീക്ഷിതമായി അടച്ചുപൂട്ടി. വരുമാനം നിലച്ചതോടെ അന്നത്തെ ആഹാരത്തിനു പോലും വഴിയില്ലാതെ ഹരിയ ഉഴറി. പക്ഷേ തന്റെ നെഞ്ചിലെ നീറ്റൽ അവൻ ആ കുഞ്ഞുമകളോട് പറഞ്ഞില്ല. എന്നും പതിവ് പോലെ ജോലിക്ക് പോകുന്നെന്ന് കള്ളം പറഞ്ഞ് അവൻ വീടിനു പുറത്തിറങ്ങും. ചിലപ്പോൾ വല്ല കൂലിപ്പണിയും കിട്ടും, പലപ്പോഴും വെറുങ്കൈയോടെ മടങ്ങേണ്ടിവരും. ഒരു വൈകുന്നേരം മധുരപലഹാരക്കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ലഡു കഴിക്കാൻ കൊതിക്കുന്ന താരയുടെ മുഖം ഹരിയയുടെ ഓർമ്മയിൽ വന്നു. താര എത്ര ദിവസമായി ലഡു ചോദിക്കുന്നു, മകൾക്കൊന്ന് വാങ്ങി നൽകാൻ പോലും കഴിയാത്ത ഞാൻ എന്ത് ഭാഗ്യഹീനനാണ് എന്നോർത്ത് ഹരിയ വിങ്ങിപ്പൊട്ടി. നിരാശയോടെ വീട്ടിലെത്തിയ ഹരിയയെ താര പതിവ് പോലെ നിറഞ്ഞ പുഞ്ചിരിയോടെ വരവേറ്റു. മോളെ, നിനക്ക് ലഡു വാങ്ങാൻ അച്ഛൻ ഇന്നും മറന്നുപോയി എന്നവൻ വേദനയോടെ കള്ളം പറഞ്ഞു. എന്നാൽ അവൾ ശാന്തമായി പറഞ്ഞു, സാരമില്ല ബാബുജി, നമുക്ക് പിന്നീട് വാങ്ങാം, നിങ്ങളൊന്ന് വിശ്രമിക്കൂ. വരാനിരിക്കുന്ന ദീപാവലിക്ക് ബോണസ് കിട്ടുമ്പോൾ പുതിയ ഫ്രോക്കും ലഡുവും വാങ്ങിത്തരാമെന്ന് അവൻ അവൾക്ക് വാഗ്ദാനം നൽകി. അച്ഛൻ ജോലിക്ക് പോയ സമയം നോക്കി താര ലക്ഷ്മിദേവിയുടെ ചിത്രത്തിനു മുന്നിൽ കൈകൂപ്പി നിന്നു. അച്ഛന്റെ ഫാക്ടറി പൂട്ടിയ വിവരം അവൾ അയൽക്കാരിൽ നിന്നറിഞ്ഞിരുന്നു. എന്റെ അച്ഛന് ഒരു ജോലി നൽകണേ എന്നായിരുന്നു ആ കുഞ്ഞു മനസ്സിന്റെ ഏക പ്രാർത്ഥന. അങ്ങാടിയിൽ ദീപാവലിയുടെ തിരക്ക് തുടങ്ങിയിരുന്നു. ഒരു വലിയ തുണിക്കടയുടെ മുന്നിൽ തൂക്കിയിട്ടിരുന്ന ചുവന്ന മനോഹരമായ ഫ്രോക്ക് കണ്ടപ്പോൾ ഹരിയയുടെ കണ്ണുകൾ തിളങ്ങി. തന്റെ മകൾ അത് ധരിച്ചാൽ ഒരു മാലാഖയെപ്പോലെ ഇരിക്കുമെന്ന് അവൻ സ്വപ്നം കണ്ടു. പക്ഷേ കടയുടമ അവനെ ആട്ടിയോടിച്ചു. ഇതൊന്നും നിന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, ദൂരെ പോടാ എന്ന അയാളുടെ ആക്രോശം ഹരിയയുടെ നെഞ്ചിൽ തുളച്ചുകയറി. വെറും 2 രൂപയുമായി തിരികെ വീട്ടിലെത്തിയ ഹരിയ രാത്രിയിൽ വിശപ്പില്ലെന്ന് കള്ളം പറഞ്ഞ് തന്റെ പങ്ക് ആഹാരം കൂടി മകൾക്ക് നൽകി പട്ടിണി കിടന്നു. പിറ്റേന്ന് അതേ കടയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ കടയുടമ ബന്ധപ്പെട്ട് കാറിൽ കയറിപ്പോകുന്നത് ഹരിയ കണ്ടു. അതിനിടയിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് നിലത്തു വീണു. ഹരിയ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കെട്ടുകണക്കിന് പണമാണ്. ആ പണമെടുത്താൽ തന്റെ ദാരിദ്ര്യം മാറുമെന്നും മകൾക്കെല്ലാം വാങ്ങി നൽകുമെന്നും ഒരു നിമിഷം അവൻ ചിന്തിച്ചു. പക്ഷെ അവന്റെ സത്യസന്ധത അതിന് അനുവദിച്ചില്ല. അവൻ ആ കടയുടമയെ തിരഞ്ഞു നടന്നു. ഒടുവിൽ ആശുപത്രിക്ക് മുന്നിൽ തകർന്നിരിക്കുന്ന കടയുടമയെ അവൻ കണ്ടെത്തി. തന്റെ മകൻ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നും അവന് അടിയന്തരമായി രക്തം വേണമെന്നും അറിഞ്ഞപ്പോൾ ഹരിയ ഒട്ടും വൈകിയില്ല. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ തന്റെ രക്തം നൽകി ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. താൻ ആട്ടിയോടിച്ച ദരിദ്രനായ മനുഷ്യൻ തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചത് കണ്ട കടയുടമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹരിയയ്ക്ക് പണം നൽകാൻ അയാൾ ശ്രമിച്ചെങ്കിലും ഹരിയ അത് സ്നേഹപൂർവ്വം നിരസിച്ചു. മനുഷ്യനെ സഹായിക്കുന്നത് എന്റെ കടമയാണ് എന്നു മാത്രം പറഞ്ഞ് അവൻ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ വീടിനു മുന്നിലെത്തിയ ഹരിയ കണ്ടത് അത്ഭുതകരമായ കാഴ്ചയാണ്. മൺചിരാതുകളാൽ അലങ്കൃതമായ വീട്, പുത്തൻ വസ്ത്രം ധരിച്ച് മാലാഖയെപ്പോലെ നിൽക്കുന്ന താര. കടയുടമയും ഭാര്യയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ തെറ്റിന് മാപ്പ് ചോദിച്ച കടയുടമ ഹരിയയ്ക്ക് തന്റെ സ്ഥാപനത്തിൽ ഒരു നല്ല ജോലിയും താമസിക്കാൻ സൗകര്യവും നൽകി. ഹരിയയുടെ സത്യസന്ധതയ്ക്കും കാരുണ്യത്തിനും ദൈവം നൽകിയ മഹത്തായ സമ്മാനമായിരുന്നു അത്. ആ ദീപാവലി അവരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശമായി മാറി. പിൽക്കാലത്ത് താര നന്നായി പഠിച്ച് വലിയ നിലയിലെത്തുകയും ചെയ്തു. സത്യസന്ധതയും കരുണയും നിറഞ്ഞ ഒരു ഹൃദയമുണ്ടെങ്കിൽ പ്രതിസന്ധികൾക്ക് നമ്മെ തോൽപ്പിക്കാനാവില്ല. ദൈവം നമ്മെ പരീക്ഷിച്ചേക്കാം, പക്ഷെ നന്മയുള്ളവരെ അവൻ ഒരിക്കലും കൈവിടില്ല.